ഈ കുഞ്ഞു മക്കളില്ലേ 3 വയസ്സ് 4 വയസ്സായ പിള്ളേർ ഞങ്ങളുടെ വീടിന് ചുറ്റുമൊക്കെ ഉണ്ട്. ഈ പിള്ളേരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ABCD ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് കുട്ടികൾക്കൊക്കെ. അപ്പോൾ എനിക്ക് 50 100ഒക്കെ അന്ന് തരുമായിരുന്നു. ഞാൻ അന്ന് എത്രയാണ്, എനിക്കന്ന് 13 വയസ്സായിരുന്നു. അപ്പോൾ ഈ മക്കൾ, അപ്പോൾ എൻ്റെ ചേച്ചി വലിയ മക്കളെ പഠിപ്പിക്കുക 10 പേരെ, ഞാൻ 5 പിള്ളേരെയും പഠിപ്പിക്കും. അപ്പോൾ ഈ 50 100 കിട്ടുമ്പോൾ എനിക്കിത് മാസത്തിൽ ഈ ഒരു 500 രൂപ കിട്ടുമ്പോൾ ഈ കാശ് ഞാൻ കൂട്ടി വെക്കും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നറിയാമോ, എനിക്കുള്ള യൂണിഫോം, എൻ്റെ ബുക്ക് ബാഗ്, ഞാൻ എൻ്റെ അച്ഛനെ ഇതുവരെ കഷ്ടപ്പെടുത്തിയിട്ടില്ല. സീരിയസ് ആയിട്ട് ഇതുവരെ ഞാൻ അച്ഛനെ കഷ്ടപ്പെടുത്തിയിട്ടില്ല. അച്ഛാ അത് വേണം, എനിക്ക് ഇത് വേണം, ഈ ഡ്രസ്സ് വേണം, അത് വേണം, ഇതുവരെ ഞാൻ എൻ്റെ ചേച്ചിയും ഞാനും ചെയ്തിട്ടില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇതുപോലുള്ള കാശൊക്കെ ഈ ക്രിസ്മസിനും ഓണത്തിനും വിഷുവിനും ഒക്കെ കിട്ടുന്ന പൈസ കൂട്ടി വെക്കും, കളയത്തില്ല. ചോക്ലേറ്റ് വാങ്ങിച്ചോ, ഐസ്ക്രീം വാങ്ങിച്ചോ, ഫുഡ് വാങ്ങിച്ചതല്ല, വാങ്ങിച്ചു ഞങ്ങളുടെ സാധനങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ 13 വയസ്സിൽ അങ്ങനെ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുഞ്ഞുമക്കളെ പഠിപ്പിച്ച് അങ്ങനെ കിട്ടുമായിരുന്നു 50 100 150 അങ്ങനെ. അതെല്ലാം സേവ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ യൂണിഫോം എല്ലാം മേടിച്ചത്. പിന്നെ അച്ഛനമ്മയ്ക്ക് തരും, അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ഫീൽഡ് വരുന്നത് 18 വയസ്സിലാണ്. അന്ന് എനിക്ക് കിട്ടുന്നത് 1000 രൂപ ചേച്ചി. അന്ന് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ, കുറച്ച് സമയം അഭിനയിച്ചപ്പോൾ 1000 രൂപയോ, എൻ്റെ അമ്മ ഒരു മാസം ഇരുന്ന് കിട്ടിയപ്പോൾ എനിക്ക് ഇത്ര 1000, അടിപൊളി, നല്ല ഫീൽഡ് എന്ന് പറഞ്ഞപ്പോൾ